ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഷിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിട്ടുപൂച്ചയുടെ കുട്ടികളെ പറ്റിയാണ് വീഡിയോ. ഗായ്സ്, ഇവിടെ കണ്ട നമ്മളുടെ മിട്ടുവിന്റെ കുട്ടികളൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന മുമ്പ് വന്നിട്ട് താഴെ കണ്ട ആ കരുപ്പി വന്നിട്ട് എൻ്റെ മേലെ കയറിയതാണ് കേട്ടോ. അപ്പോൾ വേഗം പോയി വീഡിയോ എടുക്കുന്നത് അത് ഇപ്പൊ കേറുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പൊ കേറുന്നില്ല കേട്ടോ ഗായ്സ്. കണ്ട ഇത് കറുപ്പീന്റെ കുട്ടികളും ഉണ്ട്. നമ്മളുടെ മുഫാസ അല്ല മ്യൂസ കുട്ടീന്റെ കുട്ടികളാണ് കേട്ടോ. കുട്ടികളും ഉണ്ട്, അതിന്റെ കുട്ടികളും ഉണ്ട്. ചെറുതൊക്കെ അതിന്റെയും 3 അതിന്റെയും ബാക്കിയൊക്കെ മിട്ടുണ്ട് കേട്ടോ. മിട്ടു എത്ര കുട്ടിയിട്ടെന്ന് അറിയോ? മൊത്തം കൂട്ടിയ ഒരു 5-7 ഉണ്ടാവും. അത്രയും കുട്ടിയിട്ടുണ്ട്. 3 പ്രസവിച്ചു, രണ്ടാമത് 4 പ്രസവിച്ചു. അതിലൊരു കുട്ടി നമ്മളുടെ ടിട്ടുവിന് പോലെ ഉണ്ട് ഒരു കുട്ടി. അത് കറുപ്പിന്റെ ആണല്ലേ? അത് എടുത്തിട്ട് വരാൻ നോക്കിയപ്പോ അതിന്റെ കണ്ണില് പുണ്ണുപോലെ കേട്ടോ, രോമം. അതുകൊണ്ട് അത് എടുത്തില്ല. പിന്നെ അത് ചെറുതുമാണ്, വളർന്നിട്ടുമില്ല. അതുകൊണ്ട് ഞങ്ങൾ അത് എടുത്തില്ല കേട്ടോ. വീഡിയോയിൽ നമുക്ക് വരും അത്. അപ്പൊ നോക്കിട്ടോ ഗൈസ്. മിട്ടു നല്ല സ്നേഹം പ്രകടിപ്പിക്കുകയാണ് കുട്ടികളുടെ അടുത്ത്. അങ്ങനെ നക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികള്. ഓലയൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ, ചാക്ക് ഒക്കെ. അതില് തെങ്ങിന്റെ ഇതൊക്കെയാണ്, ചിരട്ടകളും ഓലകളും ഒക്കെയാണ് ഇട്ടിരിക്കണത്. ഗായ്സ്, അതൊക്കെ അത് എടുത്തിട്ടാണ് കേട്ടോ ഗായ്സ്. ഞാൻ വരുമ്പോല്ലേ ഈ പൂച്ചകളൊക്കെ നിറത്തി കടന്നാണ് കേട്ടോ. ഒക്കെ കടന്നുറങ്ങായിരുന്നു. വഴിയിൽ താണ്ടിയും പോകാൻ പറ്റില്ല, മതിൽ ചാടിയും പോകാൻ പറ്റില്ല. അത്രയ്ക്ക് അങ്ങനെ നിറഞ്ഞ് കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇപ്പോഴാണ് എടുത്തത് കേട്ടോ ആ വീഡിയോ ഒക്കെ. നിഹാലി എടുത്തിട്ട് പോകുന്നുണ്ട്. മുട്ടുവിന്റെ അടുത്ത് വെച്ചതാണല്ലേ? നിഹാല് ഇത് ആസിയക്കാൻ്റെ വീട്ടിലേക്ക് പോയിട്ട് എടുത്താണ്. അവിടെയാണ് പൂച്ചകളൊക്കെ ഇരിക്കുന്നത്. മിട്ടു വന്ന് ആദ്യം 3 പ്രസവിച്ചു, രണ്ടാമത് 4 പ്രസവിച്ചു. പിന്നെ അവളുടെ 3ാമത്തത് പെൺകുട്ടിയായിരുന്നു. 2 ചവരിച്ച് 3ാമത്തത് അവളും പ്രസവിച്ചു. അവൾ എത്ര കുട്ടി പ്രസവിച്ച്? 3 കുട്ടി. അത് 3 കുട്ടി കളിക്കാണ് കേട്ടോ. മിട്ടുവും മിട്ടുവിന്റെ കുട്ടികളും ഒരേ കളിയാണ് കേട്ടോ. രണ്ടൊക്കെ ചേർന്ന് കളിക്കാനുണ്ട്. കറുപ്പിന്റെ ഒക്കെ കമ്പനി ആയിട്ടോ. ആദ്യം പ്രസവിച്ചപ്പോ മിട്ടുവിന്റെ കുട്ടികളൊന്നും അതിൻ്റെ ഒന്നും പഴകില്ലായിരുന്നു. മിട്ടുവൊക്കെ അടിച്ച് തേക്കായിരുന്നു. ഇപ്പൊ ഒക്കെ പഴകി കേട്ടോ. 2-3 എല്ലാം കൂടി ഒരേ ഇതാണ് കേട്ടോ. നല്ല കളിയാണ്. ഇങ്ങോട്ട് നല്ല കളിയാണ്. നല്ല രസമുണ്ട് നോക്കാൻ. കണ്ടില്ലേ? നമ്മളുടെ ടിട്ടുവിനെ പോലത്തെ പൂച്ച ഈ സൈഡിൽ കാണാൻ പറ്റിയത് കയറി വരുന്നില്ല ചാക്കിൽ. അതാണ് ടിട്ടു തന്നെ ഗൈസ്. അത് രോമില്ലെങ്കിൽ ഞങ്ങൾ ഇത് എടുക്കായിരുന്നു വിചാരിച്ചാണ്. പക്ഷെ അത് കണ്ണിൽ ഇതുമാണ്, ചെറുതുമാണ്. പാലിന് അത്ര കുടിക്കണമില്ല, വളർന്നിട്ടുമില്ല കേട്ടോ ഗൈസ്. അതാണ് കണ്ടാലും മനസ്സിലാവും, നല്ല ചെറുതാണ്. വെറും ടിട്ടു തന്നെ. അത് കണ്ണില് രോമ വളർച്ച വന്നിട്ടില്ല. അതൊരു 9 മാസം ആകുമ്പോഴേക്കും അതിന്റെ അമ്മ കറുപ്പി പ്രസവിച്ചു. കുട്ടികളുടെ 3 പ്രസവിച്ചു. അത് കാരണമാണ് തോന്നുന്നു മിട്ടുവൊക്കെ 1 വയസ്സ് 1.5 വയസ്സുള്ളപ്പോഴാണ് പ്രസവിച്ചത്. ഗൈസ്, പിന്നെ മിട്ടു കണ്ടോ ഗൈസ്? ഞാൻ ഇത്ര നേരം ഇത് ഒന്ന് പറക്കി കൊടുക്കായിരുന്നില്ല. ഞാനും മതിൽ ചാടി വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഈ സൈഡ് വരുമ്പോഴാണ് മിട്ടു കുട്ടി മേലെ കയറിട്ടോ. ഞാൻ കയറുന്നത് കണ്ടു മതില് കയറി. പിന്നെ മിട്ടു നൈസായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പുറത്തെ സൈഡൊക്കെ കുട്ടികളെ മതിലൊക്കെ കയറാൻ പഠിപ്പിക്കുകയാണ്. മനുഷ്യന്മാർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും ഒക്കെ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കുമ്പോൾ എന്ത് രസമാണ് അല്ലേ? ഇനി അടുത്ത് ഓട്ടിൻ്റെ മുകളിൽ കയറാൻ പഠിപ്പിക്കും. അങ്ങനെയാണ് മിട്ടു വന്നത്. മോളിൽ കയറും, അങ്ങനെ ഉള്ളിക്കൊക്കെ വരും. അങ്ങനെ ഇപ്പോൾ ടെറസ് വീട്ടിലേക്ക് ഞങ്ങൾ വന്നപ്പോൾ അങ്ങനെ ടെറസ് വീട്ടിലേക്കും കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്നു, ആദ്യത്തെ കുട്ടികളിനെയൊക്കെ. ഇനി ഇതൊക്കെ വരും വിചാരിക്കണു. നിങ്ങൾക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഓട്ട് വീട് വന്നിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ കൂടെ അങ്ങനെയാണ് മിട്ടു വന്നത് കേട്ടോ. മിട്ടു ഇതേപോലെയൊക്കെ ചെറുതിലിരുന്നിട്ടാണ് ഞങ്ങളുടെ ഒപ്പം പഴകിയത്. ആദ്യം ഇവിടെ ബർത്ത്ഡേക്ക് കൊടുത്താണ് കേട്ടോ. ബർത്ത്ഡേ ഗിഫ്റ്റായി കിട്ടിയതാണ് അത് മിട്ടുവിനെ. അടുത്ത ചെക്കന് അവന്റെ പൂച്ചക്കുട്ടികളാണ് ഇതൊക്കെ. അത് ഞങ്ങളുടെയും പൂച്ചക്കുട്ടികൾ പോലെയായി. ഇപ്പോൾ മിട്ടുവിൻ്റെ കുട്ടികളൊക്കെ മിട്ടുവിനെ പോലെ നല്ല ബുദ്ധികളാണ്. ഒന്ന് തട്ടിവിടുകയോ മറിച്ചിടുകയോ ചെയ്യില്ല. ഇത് വന്നിട്ട് കോയമ്പത്തൂർ പോയപ്പോൾ അവിടെ ഒരു പൂച്ചയെ കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ എൻ്റെ ഭർത്താവ്. അത് തൊട്ട് നോക്കി തഴുകി കൊടുക്കണം, മിണ്ടാതിരിക്കണം പൂച്ച. നല്ല ക്യൂട്ട് പൂച്ചയല്ലേ ഗൈസ്? ഇതേപോലെ ഇവിടെയും വരും കേട്ടോ, ഒരേ വെള്ള കളർ പൂച്ച. ഓക്കെ ഗൈസ്, നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.